ഇപ്പോൾ എൻ്റെ ബുക്ക് വായിച്ചാൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ച പോലെയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ബുക്ക് എടുത്ത് തിരിച്ചും മറിച്ചൊക്കെ നോക്കി. വർഗീയതയോ ജാതീയതയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സ്ത്രീവിരുദ്ധതയോ ഒന്നും പറയാത്ത ഒരു കാര്യമാണ് എൻ്റെ ബുക്കിൽ ഉണ്ടായിരുന്നത്. അപ്പം ഞാനതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഗേ റിലേഷൻഷിപ്പിൻ്റെ കാര്യമുണ്ട്. അപ്പം അത്രയും കാലമൊന്നും ഞാൻ ആ പോയിന്റ് അത്രയ്ക്ക് ചർച്ച ചെയ്യപ്പെടുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം നമ്മൾ കാണുന്നുണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ നല്ല വശങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ചീത്ത വശവുമുണ്ട്. അപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും മോശം വശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടുത്താണ് ഒരു ഇൻഫ്ലുവൻസർ സൈബർ ബുള്ളിങ് കാരണം ആത്മഹത്യ ചെയ്തത്. അപ്പം ഈ ഒരു വശം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ രചനകൾ പ്രചരിപ്പിക്കാനായിട്ടുള്ള ഒരു ഉപാധി എന്ന രീതിയിൽ, ഒരു ഉപകരണം എന്ന രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയനെ കൈകാര്യം ചെയ്യാം. അപ്പം ഈ ഒരു വശം ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് നിംന. അത് മാത്രമല്ല ആ ഒരു പുസ്തകം പിന്നെ വായനക്കാർ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു രീതി, അവർ ഏറ്റെടുക്കുന്ന ഒരു രീതി ഉണ്ടായി. അപ്പം ഈ സോഷ്യൽ മീഡിയയുടെ രണ്ട് വശങ്ങളെ ഒരു പുതിയൊരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ ഈ വശങ്ങളിലൂടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ അത് ഏറ്റവും ഭംഗിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ എന്താണ് പറഞ്ഞു വയ്ക്കാനായിട്ടുള്ളത്? സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കാര്യം ചെയ്തു വരുന്ന സമയത്ത് നമുക്കതിൻ്റെ കൂടെ സക്സസ് ഉണ്ടാകുന്ന സമയത്ത് ആ സക്സസ് മാനേജ് ചെയ്യാൻ കൂടെ പഠിക്കുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ബുക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2022 KLFൻ്റെ സമയത്താണ്. അപ്പോൾ ഞാനും എൻ്റെ പബ്ലിഷറും കൂടെ ബാക്ക് സ്റ്റേജിലിരുന്നിട്ട് നമ്മൾ ബുക്കിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് KLFൻ്റെ വേദിയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, ഒരു 30 വയസ്സാകുമ്പം അല്ലെങ്കിൽ ഒരു 35 വയസ്സാകുമ്പോൾ എനിക്കും ഇതുപോലെ എൻ്റെ ബുക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു സമയം കിട്ടുമായിരിക്കും എന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജസ്റ്റ് 1 ഇയറിൽ ആ ബുക്ക് ഇറങ്ങിയൊരു 4 മാസം കഴിഞ്ഞപ്പോഴേക്കും 15,000 കോപ്പികൾ വിറ്റുകൊണ്ട് എൻ്റെ പുസ്തകത്തിനെ പറ്റി സംസാരിക്കാനൊരു അവസരം എനിക്ക് കഴിഞ്ഞ KLFൽ കിട്ടുകയുണ്ടായി. അപ്പോൾ ആ ഒരു സക്സസ്സിനെ ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയ എനിക്ക് തന്നിട്ടുള്ള സക്സസ് ആയിട്ടാണ്. അപ്പോൾ ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ കയ്യിലൊരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്കതിന് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. സോഷ്യൽ മീഡിയ വഴി ബുക്ക് വിറ്റ് ഫേമസ് ആയി എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ബുക്ക് വിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നനയുവാൻ ഞാൻ ഇപ്പം രാഹുൽ പറഞ്ഞു നിന്നെ പോലെ പോപ്പുലർ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വായിക്കുന്ന ഒരു പോപ്പുലർ റൈറ്ററിന് എൻ്റെ ബുക്ക് നനയുവാൻ ഞാൻ കടലാകുന്നു എഴുതിയ സമയത്ത് ഒരു ദിവസം ഒരു ബുക്ക് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട ഒരു സമയമുണ്ട്. ഞാൻ ഈ ബുക്ക് കൊണ്ട് എല്ലാ ബുക്ക് ഷോപ്പിലും പോയിട്ട് എൻ്റെ ബുക്ക് നിങ്ങളിവിടെ വെക്കുമോ എന്ന് ചോദിച്ചിട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വായനക്കാരെ ഇല്ലാതിരുന്നൊരു സമയമുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എഴുതി കഴിഞ്ഞത് റിലീസായി 4 മാസത്തിൽ എനിക്കൊന്ന് വളരെ കുറച്ച് കോപ്പീസാണ് നമ്മൾ വിറ്റുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് അതിനൊരു ഹൈക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ റീഡേഴ്സിനെ കിട്ടുക എന്ന് പറഞ്ഞതും എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു ഓപ്ഷനായിട്ട് ഞാൻ ചൂസ് ചെയ്തതാണ് സോഷ്യൽ മീഡിയ. അപ്പം സോഷ്യൽ മീഡിയ വഴിയിട്ട് നമ്മൾ ബുക്ക് വിൽക്കുന്നതിനെ വളരെ മോശമായിട്ട് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ബുക്ക് വായിച്ചാൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ച പോലെയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ബുക്ക് എടുത്ത് തിരിച്ചും മറിച്ചൊക്കെ നോക്കി. വർഗീയതയോ ജാതീയതയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സ്ത്രീവിരുദ്ധതയോ ഒന്നും പറയാത്ത ഒരു കാര്യമാണ് എൻ്റെ ബുക്കിൽ ഉണ്ടായിരുന്നത്. അപ്പം ഞാനതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഗേ റിലേഷൻഷിപ്പിൻ്റെ കാര്യമുണ്ട്. അപ്പം അത്രയും കാലമൊന്നും ഞാൻ ആ പോയിന്റ് അത്രയ്ക്ക് ചർച്ച ചെയ്യപ്പെടുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ ഗേ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം വന്നപ്പം നമ്മുടെ തലമുറയിൽ തന്നെ ഉള്ളത് ഒരാൾ എഴുതിയിരിക്കുന്ന റിവ്യൂ ആണ്. വളരെ നന്നായിട്ട് എഴുതിയ ബുക്കാണ്, പക്ഷേ ലാസ്റ്റ് എഴുതിയ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രകൃതി വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബുക്ക് ഇത്രയും റെലവൻ്റ് ആണ്, ഇവിടെ ഇനിയും നമ്മൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ജേർണി ഒരിക്കലും ഈസി ആയിരുന്നില്ല. അതിന് 2 വശങ്ങളുണ്ട്. ഒരാവശ്യമില്ലാതെ ഒരുപാട് വെറുപ്പ് നമ്മൾ സമ്പാദിക്കുന്ന ഒരു സ്പേസ് കൂടിയാണ് സോഷ്യൽ മീഡിയ. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയിട്ടുള്ള ഒരു കാര്യം, ഞാനിത് എഴുതുമ്പോൾ വിചാരിച്ചത് യങ് ജനറേഷനെ മാത്രമേ നമുക്ക് നമ്മുടെ പുസ്തകങ്ങളിലൂടെ ആകർഷിക്കാൻ പറ്റുമെന്നായിരുന്നു. അപ്പം ഞാൻ സയ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അതെന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി, നിങ്ങൾ വരണം, ഒരു പുസ്തക ചർച്ച സംഘടിപ്പിക്കാൻ വേണ്ടി വരണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ ചിലപ്പോൾ ഒരു ഫോമലായിട്ട് ആരെങ്കിലും കൊണ്ടുവരണമല്ലോ എന്ന് കരുതി എന്നെ കൊണ്ടുപോയതായിരിക്കും. ഒട്ടും പ്രിപ്പയർഡ് ആവാതാണ് ഞാനൊരു സെഷന് പോകുന്നത്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു 70ഓളം വരുന്ന അമ്മമാരുണ്ടായിരുന്നു. ഒരു 50 വയസ്സ് പിന്നിട്ട് 70ഓളം വരുന്ന അമ്മമാർ. എൻ്റെ ബുക്കിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു റിവ്യൂ കേട്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുള്ളൊരു ആ ഒരു മൊമെൻറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല,
നിമ്നയുടെ ബുക്ക് കൊണ്ട് ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഈ സംഘടനയുടെ ഭാഗമായിട്ട് ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങൾ രാത്രി എല്ലാവരും കൂടെ പുറത്തിറങ്ങി ബീച്ചിൽ പോയി മലന്ന് നടന്ന് ആകാശം കണ്ടു എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ ബീച്ചിലെ ആകാശത്തിന് അതിലെ നക്ഷത്രങ്ങൾക്ക് ഇത്രയും തിളക്കമുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിയാൻ ഇത്രയും 50 കാലം ഇവിടെ ജീവിച്ചിട്ടും ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു കാഴ്ച കാണാൻ ഞങ്ങൾക്ക് 50 വർഷം എടുത്തു എന്നവർ പറയുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ കൂടി ഞാൻ എഴുതിയിട്ടുള്ളൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഒരുപാട് അമ്മമാരെ രാത്രിയിലെ ആകാശത്തിൻ്റെ തിളക്കം കാണിക്കാൻ പറ്റി എന്നുള്ളത് എപ്പോഴും അതിൻ്റെ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും പഠിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എഴുതുന്ന ഒരു വരിയാണെങ്കിലും ഞാനത് 100 തവണ ഫിൽറ്റർ ചെയ്തിട്ടാണ് എഴുതുക. കാരണം ഒരു രീതിയിൽ പോലും അത് വേറൊരാൾക്ക് എഫക്റ്റ് ആവരുത് എന്നുള്ളൊരു കാര്യം കൊണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും എതിർപ്പുകൾ നേരിടുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു തരത്തിൽ ബുക്ക് വിറ്റതിനെതിരെ ഒരുപാട് അധിക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട്. ബട്ട് ഐ എം റിയലി ഹാപ്പി. സിനിമ ഇത്രയും കാലം സിനിമാ പോസ്റ്ററുകൾ ബസ്സിൻ്റെ ഒക്കെ ഒട്ടിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഇപ്പം ഒരു സിനിമ വിജയിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ സിനിമകളുടെ പ്രൊമോഷൻസും സിനിമകളെ വിജയിപ്പിക്കുന്നതിലും സോഷ്യൽ മീഡിയ പങ്കുവഹിക്കുന്നത് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് പുസ്തകങ്ങളും നമുക്ക് അതുപോലെ ചെയ്തുകൂടാ, എന്തുകൊണ്ട് പുസ്തകങ്ങളും ആ ഒരു മാർക്കറ്റിംഗ് സ്വീകരിച്ചുകൂടാ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാര്യം. അപ്പോൾ അതിൽ കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളായി വിജയിച്ചു. ഇനി വരുന്നൊരു റൈറ്റേഴ്സിന് ഒരിക്കലും ഒരു പബ്ലിക്കേഷൻ്റെയും വാതിൽ മുട്ടാതെ ഒരു മാർക്കറ്റിങ്ങിലും പൈസ ചിലവാക്കാതെ അവരുടെ ഉള്ള റിസോഴ്സ് കൊണ്ട് ഒരു ബുക്ക് എഴുതാൻ പറ്റും. എന്നെപ്പോലെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ്. എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ബുക്ക് എന്നുള്ള സ്വപ്നം കാണുന്ന ഒരുപാട് പേർക്ക് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് യാതൊരാളുടെയും ഹെൽപ്പ് വേണ്ട, നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം മാത്രം മതി എന്ന് ജീവിതത്തിലൂടെ തെളിയിക്കാൻ പറ്റിയതിൽ സോഷ്യൽ മീഡിയയും ഒരു കാരണമാണ്. അപ്പം മുന്നിൽ നിൽക്കുന്ന എല്ലാ നെഗറ്റീവുകളോട് കൂടെയും ഞാൻ ചൂസ് ചെയ്യുന്നത് അതെനിക്ക് തന്നിട്ടുള്ള പോസിറ്റീവാണ്. വെറുക്കുന്നവർക്ക് വെറുക്കാനുള്ള, അപ്പോൾ എല്ലാവരും സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനോടും എല്ലാവരും യോജിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും സ്വീകരിക്കപ്പെടണമെന്നോ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഈ വേദിയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ സമയം കളഞ്ഞ് ഒരാളെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മതി, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതെനിക്ക് തന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയ ആണ്. അപ്പം ഞാൻ ഈ ബുള്ളിങ്ങിനെയും ഉള്ള നെഗറ്റീവിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുകയാണ്. താങ്ക് യു.